ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകളെ വെച്ചുള്ള പഠനത്തിൽ നമ്മൾ നോക്കുന്ന 6ാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ് ജനറൽ സയൻസ്. ഇത് 4ാമത്തെ പാഠമാണ് ചലനത്തിനൊപ്പം. പ്രധാനപ്പെട്ട പാഠമാണ് ചലനത്തിനൊപ്പം. നമുക്ക് നോക്കാം. എന്തൊരു വേഗം! ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. 1667 കിലോമീറ്റർ വേഗത്തിൽ. സൂര്യനെ ചുറ്റുതാവട്ടെ മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലും. ഒരിടത്ത് ഇരിക്കുമ്പോൾ പോലും നാം എത്ര വേഗം ചലിക്കുന്നു? അപ്പോൾ ഈ കിലോമീറ്റർ കണക്കൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗതയിലാണ്. ഭൂമി സൂര്യന് ചുറ്റുന്നതാവട്ടെ മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലും. ബലവും ചലനവും. ഫോഴ്സ് ആൻഡ് മോഷൻ. ബലവും ചലനവും. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കണം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കണം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം, ലീനിയർ മോഷൻ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം, റൊട്ടേഷൻ. വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ. അത് പ്രധാനപ്പെട്ടാണ്, ഓർത്തിരിക്കുക. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം, റൊട്ടേഷൻ. നമ്മൾ ഭൂമിയുടെ ഒക്കെ ഭ്രമണം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം, സർക്കുലർ മോഷൻ. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം, ഓസിലേഷൻ. പെൻഡുലത്തിൻ്റെയൊക്കെ ചലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം അഥവാ ഓസിലേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറയാറുണ്ട്. പെട്ടെന്ന് നടക്കുന്ന ദോലനങ്ങളെ കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറയാറുണ്ട്. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. ചെയിൻ, ബെൽറ്റ്, ചക്രവും ആക്സിലും തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗത്തിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ പൽചക്രങ്ങൾ സഹായിക്കുന്നു. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു. തിരിച്ചാകുമ്പോൾ ചലനവേഗം കൂടുന്നു. അതായത് വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കൂടുന്നു. പൽചക്രങ്ങൾ ഉപയോഗിച്ച് ചലനത്തിൻ്റെ ദിശയും വേഗവും മാറ്റാൻ കഴിയുന്നു എന്ന സൗകര്യം നാം ഒട്ടേറെ യന്ത്രങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നു. അടുത്ത 5ാമത്തെ പാഠമാണ് ആഹാരം ആരോഗ്യത്തിന്. ആഹാരം ആരോഗ്യത്തിന്. നെല്ലിൽ അഥവാ അരിയിൽ ധാരാളം ധാന്യകമുണ്ട്. മത്സ്യത്തിൽ ധാരാളം പ്രോട്ടീനുണ്ട്. വെളിച്ചെണ്ണയിൽ ധാരാളം കൊഴുപ്പുണ്ട്. പച്ചക്കറികൾ ധാതു ലവണങ്ങളും വിറ്റാമിനുകളും തരുന്നു. ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാരാളം ധാന്യകം അടങ്ങിയിരിക്കുന്നു. അന്നജം തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് അയഡിൻ ലായനിയാണ്. അയഡിൻ ലായനി. അന്നജത്തിൽ അയഡിൻ ലായനി ചേർത്താൽ നീല നിറം കിട്ടും.
അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീലനിറം ഉണ്ടാകുന്നു. പണ്ട് നമ്മൾ ചെയ്തതാണ്, ചോറിലൊക്കെ അയഡിൻ ലായനി വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്. മാംസ്യം അഥവാ പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീന് മലയാളത്തിൽ പറയുന്നത് മാംസ്യം. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജ ഉൽപ്പാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അപ്പോൾ ഇതിൽ കുറേ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അതായത് 1 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് 1 ഗ്രാം പ്രോട്ടീൻ ലഭിക്കണം. അങ്ങനെ 10 കിലോ ഉണ്ടെങ്കിൽ 10 ഗ്രാം ആ ഒരു തോതിൽ കിട്ടണം. ക്വാഷിയോർക്കർ. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. അപ്പോൾ പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. പ്രോട്ടീൻ്റെ അഭാവം മൂലമാണ് ക്വാഷിയോർക്കർ ഉണ്ടാകുന്നത് ഓർത്തിരിക്കുക. ഭക്ഷ്യവസ്തു പ്രോട്ടീൻ എന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. ഭക്ഷ്യവസ്തു 100 ഗ്രാമിലാണ്. അതിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്ന് നോക്കാം. അരിയിൽ 6.8 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 100 ഗ്രാം ഗോതമ്പിൽ 11.8 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. കശുവണ്ടിയിൽ 21.2 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. മത്തിയിൽ 19.6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. താറാവിൽ 21.6 ഗ്രാം ഉണ്ട്. താറാവ് മുട്ടയിൽ 13.5 ഗ്രാം ഉണ്ട്. 100 ഗ്രാം കോഴിമുട്ടയിൽ 13.3 ഗ്രാം പ്രോട്ടീനാണ്. ആട്ടിറച്ചിയിൽ 21.4 ഗ്രാം പ്രോട്ടീനാണ്. പശുവിൻ പാലിൽ 3.2 ഗ്രാം പ്രോട്ടീനാണ്. 100 ഗ്രാം ചെറുപയറിൽ 24 ഗ്രാം പ്രോട്ടീനാണ്. നിലക്കടലയിൽ 17.1 പ്രോട്ടീനാണ്. പ്രോട്ടീൻ്റെ കുറവുള്ളവർ ചെറുപയർ കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. 100 ഗ്രാം ചെറുപയറിൽ 24 ഗ്രാമും പ്രോട്ടീനാണ്. പശുവിൻ പാലിലാണ് ഏറ്റവും കുറവ്. 100 ഗ്രാം പശുവിൻ പാലിൽ 3.2 ഗ്രാം പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രോട്ടീൻ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് തുരിശ് അഥവാ കോപ്പർ സൾഫേറ്റ് വേണം. പിന്നെ ജലം, സോഡിയം ക്ലോറൈഡ്, ഡ്രോപ്പർ, ബീക്കർ, കോഴിമുട്ടയുടെ വെള്ളക്കരു, ടെസ്റ്റ് ട്യൂബ്. കോഴിമുട്ടയുടെ വെള്ളക്കരു അല്പം വെള്ളം ചേർത്ത് ഇളക്കുക. ഇതൊരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം എടുക്കുക. അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി 8 മുതൽ 10 തുള്ളി വരെ ചേർക്കുക. ഇളക്കിയ ശേഷം അതിലേക്ക് 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി 2 തുള്ളി ചേർക്കുക. വയലറ്റ് നിറം കാണുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അടുത്ത കൊഴുപ്പാണ്, ഫാറ്റ്. കൊഴുപ്പ് അഥവാ ഫാറ്റ്. കൊഴുപ്പില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. മാംസം, മത്സ്യം, പാൽ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ചില വിറ്റാമിനുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അത് കൊഴുപ്പിലൂടെ മാത്രമേ ലഭിക്കൂ. കാരണം കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാരഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. മാംസ്യം, മത്സ്യം, പാൽ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ.
ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കൊഴുപ്പുണ്ടെങ്കിൽ ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള സിമ്പിൾ ടെസ്റ്റാണ്. ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കൊഴുപ്പും കൊളസ്ട്രോളും. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകാം. പഠന റിപ്പോർട്ടിൽ നിന്ന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികൾ ആണ് ഒരു ദിവസം കഴിക്കുന്നത്. ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ 295 ഗ്രാം പച്ചക്കറികൾ കഴിക്കണം. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഒരാൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. കേരളത്തിൽ ഒരാൾ 50 ഗ്രാം പച്ചക്കറികളാണ് ഒരു ദിവസം കഴിക്കുന്നത്.